ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിനിടയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അവർക്കിടയിലെ വഴക്കും പിണക്കങ്ങളൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം രേവതിക്ക് വലിയൊരു ബിസിനസ് കിട്ടുകയും പതുക്കെ പതുക്കെ ഇവരിങ്ങനെ പച്ച പിടിച്ച് വരുന്ന സമയത്താണ് ഇവരുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നല്ലേ. അപ്പം അങ്ങനെ പ്രശ്നത്തിനിടയിൽ ഒന്നായിരുന്നു നമ്മുടെ വർഷയുടെയും സുധിയുടെയും താലിമാറ്റൽ ചടങ്ങിനിടയിലുണ്ടായിരുന്ന സംഭവം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി പരമാവധി ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും നമ്മുടെ രേവതിയുടെ രവിയുടെ എന്തിന് ശ്രീകാന്തിന്റെ വരെ നിർബന്ധത്തിന് വഴങ്ങി സച്ചി ആ ഒരു ചടങ്ങിന് പങ്കെടുക്കാറില്ല. അവിടെ ചെന്നതിന് ശേഷം സച്ചിനെ ദേഷ്യം പിടിപ്പിക്കുന്നതിന് വേണ്ടി പല രീതിക്ക് പ്രകോപനങ്ങൾ ഉണ്ടാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ചടങ്ങ് വെച്ചത് തന്നെ നമ്മുടെ വർഷയെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതിന് വേണ്ടിയിട്ട് മധുസൂദനും മഹിമയും ഒരുക്കിയൊരു തന്ത്രമായിരുന്നല്ലേ. അപ്പൊ ഏകദേശം സച്ചിക്ക് അറിയാമല്ലോ താനേ ഒരു ചടങ്ങിന് പങ്കെടുത്തു കഴിഞ്ഞാൽ തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ മാത്രം എന്തെങ്കിലും ഒരു കാര്യം മഹിമയും മധുസൂദനും ഒപ്പിക്കുമെന്ന്. ആ ഒരു കാര്യം നമ്മുടെ രേവതിയോടായിട്ട് സച്ചി പറയുകയും ചെയ്യുന്നുണ്ടല്ലേ. ഇവിടെ ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം രേവതി സച്ചിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലായിരുന്നു, സച്ചിയേട്ടൻ ദേഷ്യം കാരണമാണ് ഇത്രയധികം സംഭവിച്ചതെന്നൊക്കെ പറയുന്ന സമയത്ത് നിന്നോട് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പിന്നെ മിണ്ടായിരിക്കണം, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു തരാമെന്ന് ആ ചടങ്ങിന് ഞാൻ പങ്കെടുക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അവരെനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കെറി ഒരുക്കിയിട്ടുണ്ടാവുമെന്ന്. ഇതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നതെന്ന്, ഇതുകൊണ്ടാണ് ഈ ഒരു ചടങ്ങിൽ നിന്ന് താൻ മാറി നിന്നത് എന്നൊക്കെ നമ്മുടെ രേവതിയോടായിട്ട് സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചടങ്ങിന് അവസാനം നമ്മുടെ മഹിമയും മധുസൂദനും ഉദ്ദേശിച്ച പോലെ സ്വന്തം മകൾ വീട്ടിലെത്തിയെങ്കിലും ശ്രീകാന്ത് പിണങ്ങി വീട്ടിൽ നിന്ന് പോകുന്നുണ്ടല്ലേ. അതായത് നമ്മുടെ മഹിമയുടെ മധുസൂദന്റെ ഉദ്ദേശം എന്നത് പാതി വഴിയിലായിട്ട് നിൽക്കുകയാണ്. രണ്ടുപേരും വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. എന്നാൽ വർഷം മാത്രം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയും ശ്രീകാന്തിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം, അതിനുള്ള തന്ത്രങ്ങളൊക്കെ തയ്യാറാക്കണം എന്നൊക്കെയുള്ള പദ്ധതികളും ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇതിനിടയിലാണ് നമ്മുടെ രേവതി വർഷയെ കാണാൻ വരുന്നതും വർഷയോട് സത്യാവസ്ഥകളെല്ലാം തുറന്നു പറയുന്നതും. മാത്രമല്ല സച്ചി ശ്രീകാന്തിനെ പോയി കാണുകയും ശ്രീകാന്തിനോടുണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ഇവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. വർഷയ്ക്ക് ശ്രീകാന്തിനെ അറിയാം, രേവതി ചേച്ചി അങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയില്ല, രേവതി ചേച്ചി കള്ളിയല്ല എന്നറിയാമെങ്കിലും നമ്മുടെ സച്ചി തല്ലിയതിൻ്റെ കാരണം എന്താണെന്ന് ആ ഒരു സമയത്താണ് ഇരുവരും മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു തെറ്റിദ്ധാരണ മാറുകയും നമ്മുടെ ശ്രീകാന്ത് പിന്നീട് വന്നിട്ട് വർഷയോടായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറയുന്ന സമയത്ത് അത്രയും നേരം ദേഷ്യപ്പെട്ട് നിന്ന വർഷയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് വർഷ തിരികെ പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ വെച്ച് റോഷനെ കാണുന്നത്. റോഷൻ വർഷയെ കാണുന്ന സമയത്ത് കയ്യിൽ കയറി പിടിക്കുകയും വർഷയെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന സമയത്ത് റോഷന്റെ കരണം നോക്കി തന്നെ നമ്മുടെ വർഷ ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് തനിക്കുണ്ടായ മാനക്കേടും നാണക്കേടും കാരണം റോഷൻ വേഗം തന്നെ വർഷയെ പിടിച്ച് തന്റെ കാറിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ റോഷനെ രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിനിടയിൽ തന്നെ റോഷൻ ഞാനാരാൻ തനിക്കറിയില്ല, എൻ്റെ അച്ഛനാരാൻ തനിക്കറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നീ ആരായാലും നിന്റെ അച്ഛൻ ആരായാലും എനിക്കൊരു പ്രശ്നമല്ല, റോഡരികിൽ വെച്ചാണ് പെണ്ണുങ്ങളോട് അതിക്രമം കാണിക്കുന്നത്, മാത്രമല്ല ഇതെൻ്റെ അനിയൻ്റെ ഭാര്യയാണ്, അവളെ കയറി പിടിക്കാൻ നിനക്ക് എന്തൊരു അധികാരം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് റോഷൻ നല്ല തല്ല് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ സച്ചിയുടെ കയ്യിൽ നിന്ന് റോഷൻ രക്ഷപ്പെട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സച്ചി വർഷയോടായിട്ട് സംസാരിക്കാനായിട്ട് എത്രയും വേഗം തന്നെ ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരണം. അന്നുണ്ടായ സത്യാവസ്ഥകളെല്ലാം തന്നെ ഞാൻ ശ്രീകാന്തിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല രേവതിയും നിന്നെ കണ്ട് സംസാരിച്ചിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ പിണക്കങ്ങളൊന്നും ബാക്കി വെക്കേണ്ട കാര്യമില്ല. ഈ ഒരു പ്രശ്നത്തിലെല്ലാം തുടക്കമിട്ടത് നിന്റെ അച്ഛനായിരുന്നു. അദ്ദേഹം വായി തോന്നിയത് മാത്രമല്ല രേവതിനെ കുറ്റപ്പെടുത്തുകയും കള്ളിയാക്കുകയും ചെയ്യുന്ന സമയത്താണ് താൻ ദേഷ്യപ്പെട്ടതെന്നൊക്കെ പറയുമ്പോഴും ആദ്യമൊക്കെ വർഷ നമ്മുടെ സച്ചിയോട് എതിർത്ത് സംസാരിക്കുമെങ്കിലും പിന്നീട് നമ്മുടെ സച്ചിയുടെ സത്യസന്ധതയും സ്നേഹവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വർഷ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. അതായത് ആ മൗനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമ്മുടെ വർഷ തിരികെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്നുള്ള കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ സച്ചിയെ പൂർണ്ണമായും വർഷം മനസ്സിലാക്കുകയാണ്. രേവതി പറയും നമ്മളൊരു നല്ലൊരു മനുഷ്യനാണെന്നും സച്ചി സ്നേഹമുള്ളവനാണെന്നെല്ലാം തന്നെ ആ ഒരു നിമിഷം നമ്മുടെ വർഷം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.